നമസ്കാരം, ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് 2026 ഫ്രാൻസിന് തകർപ്പൻ വിജയം. മുൻ വേൾഡ് കപ്പ് റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ സിംഹങ്ങളെ 1-3 ഗോളുകൾ അടിച്ചാണ് തകർത്തത്. ഇതോടെ ആദ്യത്തെ കളി തന്നെ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ എക്കാലത്തെയും ഫുട്ബോൾ ഇതിഹാസമായ ജസ്റ്റിസ് ഫോണ്ടൈന്റെ 13 ഗോളും ഗോൾ വേട്ടക്കാരനായ ഒളിവർ ജിറോയിഡിന്റെ 57 ഗോളുമാണ് മറികടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യ പകുതി സെനഗലിന്റെ കടുത്ത ഡിഫൻസിന് മുന്നിൽ ഫ്രാൻസ് ഉയർന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി. 66 മിനിറ്റിൽ മൈക്കൽ ഒലീസയുടെ പാസിൽ നിന്നും എംബാപ്പെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ നേടി. പിന്നാലെ 82 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കോള ലീഡ് 2 എന്നാൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഫ്രാൻസ് ഡിഫൻസ് പിഴവ് മുതലെടുത്ത് ഇബ്രാഹിമിലൂടെ സെനഗൽ ഒരു കിടിലൻ ഗോൾ മറുപടി നൽകി. സ്കോർ 2-1 ആക്കി മാറ്റി. പക്ഷെ ആ ആവേശം അധിക നേരം നീണ്ടു നിന്നില്ല. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ 30 യാർഡ് അകലെ നിന്നും ഒരു മാരക റോക്കറ്റ് ഷോട്ടിലൂടെ എംബാപ്പെ രണ്ടാമതും ഗോൾ അടിച്ചു ഫ്രാൻസിന്റെ വിജയം ഉറപ്പിച്ചു. മത്സരത്തിൽ റഫറി അലിറൈസ ഫഗാനി ഒരു വാർ പെനാൽറ്റി ചെക്ക് നടത്തിയെങ്കിലും പെനാൽറ്റി നിഷേധിച്ചു. കളിയിൽ റെഡ് കാർഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് ഐയിലെ പോയിന്റ് പട്ടിക നോക്കാം. 3 പോയിന്റോടെ നോർവേ ഫ്രാൻസുമാണ് 1-2 സ്ഥാനങ്ങളിൽ. പോയിന്റുകളൊന്നും ഇല്ലാതെ സെനഗലും ഇറാഖും 3-4 സ്ഥാനങ്ങളിലാണ്. അപ്പോൾ തുടർന്നുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം ഇതാ: ഈ വേൾഡ് കപ്പിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഔട്ട്.